നമസ്കാരം. ഇന്ത്യ ലോകകപ്പ് തിരിച്ചു പിടിക്കുമോ എന്ന കാത്തിരിപ്പിലും ആകാംക്ഷയിലുമാണ് രാജ്യം. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. 17 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ 2020 ലോകകപ്പിൽ മുത്തമിടാൻ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മത്സരം രാത്രി 8-ന്. സഞ്ജുവിന് ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത മങ്ങുന്നു. വിന്നിംഗ് ടീമിനെ നിലനിർത്താൻ സാധ്യത. മനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ മൗനം തുടർന്ന CPM. ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറി MV ഗോവിന്ദൻ. പ്രതികരിക്കാതെ P ജയരാജൻ. കേരളത്തിലെ നേതാക്കളോട് ചോദിക്കൂവെന്ന് യെച്ചൂരി. പുറത്തുവരുന്ന കഥകൾ ചെങ്കൊടിക്ക് അപമാനമെന്ന് ബിനോയ് വിശ്വം. എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ വേറൊരു പതിപ്പാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി സ്വത്ത് ED കണ്ടുകെട്ടിയതോടെ CPM പ്രതിരോധത്തിൽ. രാഷ്ട്രീയ നീക്കമെന്ന് MV ഗോവിന്ദൻ. ED ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി. കള്ളപ്പണക്കേസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നത് ആദ്യമെന്ന് V മുരളീധരൻ. രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്നത്. വീണ്ടും സർക്കാർ ഗവർണർ പോര്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ നോട്ടിഫിക്കേഷന്റെ നിയമപരമായിട്ടുള്ള സാധുത പരിശോധിക്കും. ഏറ്റവും ഒടുവിലത്തെ UGC റെഗുലേഷൻ 2018 റെഗുലേഷൻ വളരെ അയവാർന്ന രീതിയിലാണ് ഈ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സമിതിയെ, സെർച്ച് കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുന്നത്. വീണ്ടും സർക്കാർ ഗവർണർ പോര്. VC-മാരെ നിയമിക്കാൻ ഗവർണർ സെർച്ച് കമ്മിറ്റികളെ നിയമിച്ചത് കാവ്യവൽക്കരണത്തിനെന്ന് മന്ത്രി R ബിന്ദു. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സർവകലാശാലകൾ പ്രതിനിധികളെ നൽകിയില്ലെന്ന് ഗവർണർ. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം സർ. കാരണം ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സർ. ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ റോഡുകൾ പരിശോധിക്കാനായി നമ്മൾ എത്തിയിരിക്കുന്നു. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് സ്പെൻസർ ജംഗ്ഷൻ മുതൽ AKG സെന്റർ വരെയുള്ള ഈ റോഡാണ്. ഈ റോഡെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകി എന്നാണ് മന്ത്രി അവകാശപ്പെട്ടത്. നിയമസഭയിൽ അത് പറയുകയും ചെയ്തത്. ആ റോഡിന്റെ അവസ്ഥയാണിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. മാധ്യമങ്ങളെ പഴിചാരി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് അറിയാൻ. തിരുവനന്തപുരത്തെ റോഡുകൾ സ്മാർട്ടല്ല. ജനജീവിതം ദുസ്സഹമാക്കുന്ന റോഡുകളുടെ അവസ്ഥ തുറന്നു കാട്ടി ന്യൂസ് 18. ലഡാക്കിൽ ടാങ്ക് നദിയിൽ മുങ്ങി 5 സൈനികർക്ക് വീരമൃത്യു. അപകടം പരിശീലനത്തിനിടെ ഫയോക് നദി മുറിച്ചു കടക്കുമ്പോൾ. ദുഃഖം രേഖപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കണ്ണൂരിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കുളിക്കുന്നതിനിടെ. മൂന്നാറിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 1 മരണം, 6 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സ്ത്രീ മരിച്ചു. കൊല്ലം തെന്മലയിൽ സ്ത്രീയെ വളഞ്ഞിട്ട് തല്ലി 1 കൂട്ടം സ്ത്രീകൾ. ആക്രമണം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ. കേസെടുത്ത് പോലീസ്. കലാശപ്പോരിന് കാത്തിരിപ്പ്. T20 ലോകകപ്പിൽ ഇന്ന് കലാശപ്പോരാട്ടം. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്ക് ബ്രിഡ്ജ് ടൗണിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2007 കിരീടം നേടിയ ഇന്ത്യ 3ാം തവണയാണ് ഫൈനൽ കളിക്കുന്നത്. കന്നി ഫൈനലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. മഴ ഭീഷണിയുണ്ടെങ്കിലും മത്സരം തടസ്സപ്പെടില്ല എന്നാണ് പ്രവചനം.
ഫൈനൽ തടസ്സപ്പെട്ടാൽ റിസർവ് ദിനത്തിലേക്ക് മത്സരം മാറ്റും. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ്. എൽദോ, കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടതിന്റെ നോവുന്ന ഓർമ്മകളൊക്കെയുണ്ട് ആരാധകരുടെ മനസ്സിൽ. എങ്കിലും 17 കൊല്ലത്തിന് ശേഷം ഇത്തവണ കപ്പെടുക്കും രോഹിത്തും കൂട്ടരും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകർ. അവരുടെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. എന്താണ് സാഹചര്യം? മഴ വില്ലനാകാനുള്ള സാധ്യതയുണ്ടോ? രേണുക, തന്നെ മഴ വില്ലനാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ കൃത്യം 7:30 തന്നെ ടോസ് നടക്കും. 7:30 ടോസ് നടന്ന് ഇന്ത്യൻ ടീമിന്റെ ഒരു ടീം ലൈനപ്പ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അപ്പോൾ രേണുക സൂചിപ്പിച്ചതുപോലെ 17 വർഷത്തെ കാത്തിരിപ്പാണ്. 2007 അന്ന് ആദ്യ ലോകകപ്പിൽ, അത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു എന്ന് ഓർക്കണം. അന്ന് ദക്ഷിണാഫ്രിക്കയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടിയ ശേഷം പിന്നീട് 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ ഒരിക്കൽ കൂടി എത്തിയെങ്കിൽ പോലും കിരീടം അകന്നു നിന്നു. അത് ശ്രീലങ്കയോട് തോറ്റ് 2014 ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് സങ്കടകരമാണ്. അതിനുശേഷമാണ് ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിലും ഒപ്പം തന്നെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഒക്കെ ഇന്ത്യക്ക് അടിപതറിയത്. പ്രത്യേകിച്ചും ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ഇത് തുടർച്ചയായ രണ്ടാമത്തെ ICC ലോകകപ്പ് ഫൈനലാണ്. അതുപോലെ തന്നെ കോച്ച് രാഹുൽ ദ്രാവിഡിന്. ഈ രണ്ടു പേർക്കും ഇത് ഒരു നിർണായക ഘട്ടമാണ്, നിർണായക ദിവസമാണ്. അതുകൊണ്ട് ജയം പ്രതീക്ഷിക്കുന്നു. ഇനി ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ, ഈ രണ്ട് ടീമുകളെ തുലനം ചെയ്യുമ്പോൾ അതിൽ ഉറപ്പായും ഇന്ത്യയുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ ടൂർണമെന്റിലുടനീളം ഇന്ത്യ കളിച്ച കളികൾ അത് തന്നെയാണ് അതിന്റെ ആധാരവും. ഈ മത്സരങ്ങളിൽ ഇന്ത്യ ഏറ്റവും മികച്ച പ്രകടനമാണ്. അത് ഗ്രൂപ്പ് ഘട്ടത്തിലാവട്ടെ സൂപ്പർ 8-ലാവട്ടെ. തോൽവി അറിയാത്ത രണ്ട് ടീമുകളാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. എങ്കിലെങ്കിൽ ഇന്ത്യ ആധികാരികമായി ഫൈനലിൽ തോൽവി അറിയാതെ എത്തിയെങ്കിൽ ദക്ഷിണാഫ്രിക്ക പക്ഷെ പല മത്സരങ്ങളിലും നമുക്കറിയാവുന്ന പോലെ നേപ്പാളിനെതിരെ പോലും ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ഒന്ന് പകച്ചു പോയിരുന്നു. അപ്പോൾ ആ ഒരു സാധ്യത കൂടി മുന്നിൽ കാണണം. പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ബാറ്റർമാർ അല്പം ഭയപ്പെടണം ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ. പ്രത്യേകിച്ചും ആൻഡ്രിക് നോക്ടിയ എന്ന ബോളറെ, അദ്ദേഹത്തിൻ്റെ വേഗം ഒരുപക്ഷെ അമ്പരപ്പിക്കുന്നതാണ് പല ഘട്ടങ്ങളിലും. ഒരു അനുകൂല സാഹചര്യം ഉണ്ടായാൽ ബൗൺസറുകളും ഷോർട്ട് ബോളുകളും തീയുണ്ട പോലെയാണ് നോട്ടിയയിൽ നിന്നും എത്തുക. ഒപ്പം തന്നെ റബാദ മികച്ച ഫോമിലാണ്. സ്പിന്നർമാരായി ഷംസിയും ഒപ്പം കേശവ മഹാരാജും. സ്പിന്നർമാർ അത്രമേൽ ഇമ്പാക്ട് ഇന്ത്യൻ ബാറ്റർമാരുടെ ഇടയിൽ ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിൽ പോലും കരുതി വേണം ഇന്ത്യൻ ബാറ്റർമാർ. ഇന്ത്യയുടെ മുൻനിരയിൽ രോഹിത് ശർമ്മയുടെ ഫോം കഴിഞ്ഞാൽ ശിവൻ ദുബെയും വിരാട് കോഹ്ലിയും രണ്ടുപേരും ഫോം ഔട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുടെ ഘടകം. അത് ഇന്ന് ഫൈനലിൽ ഏറ്റവും നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ക്ലാസ് ഈസ് പെർമനന്റ് ആൻഡ് ഫോം ഈസ് ടെമ്പററി എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഫോം നിലവിൽ മോശമാണ് എന്നുള്ളത് അതൊരു താൽക്കാലിക പ്രതിഭാസമായി കണക്കാക്കാം. വിരാട് കോഹ്ലിയുടെ ക്ലാസ് അത് ഫൈനലിൽ ഉണ്ടാകും. ഫൈനലിൽ ഏറ്റവും മികവിലേക്ക് വിരാട് കോഹ്ലി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ശിവൻ ദുബെയും ഫോം കണ്ടെത്തട്ടെ ഫൈനൽ ദിനത്തിൽ. ഇന്ത്യൻ ബാറ്റർമാരിൽ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ഫോം കണ്ടെത്തിയിട്ടുണ്ട് ടൂർണമെന്റിൽ തന്നെ. അത് ആശ്വാസകരമാണ്. ഒപ്പം തന്നെ ഓൾറൗണ്ടർ എന്ന നിലയിൽ അക്സർ പട്ടേലിന്റെ സംഭാവനകളും ബാറ്റിംഗ് ലൈനപ്പിന് ആഴം പകരും. തീർച്ചയായും എൽദോ, അങ്ങനെയൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ മലയാളികൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസണ് എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ എന്നതാണ്. ടീമിൽ ഇടം നേടിയപ്പോൾ നമുക്കറിയാം വലിയ ആഹ്ലാദമായിരുന്നു. ഇപ്പോൾ ഫൈനൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സഞ്ജു ഉണ്ടാകുമോ എന്ന അവസാന പ്രതീക്ഷയും അവർ പുലർത്തുന്നു. എന്തെങ്കിലും സാധ്യത ബാക്കി നിൽക്കുന്നുണ്ടോ? സഞ്ജുവിന് സാധ്യതയില്ല എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്, കരുതേണ്ടത്. കാരണം സഞ്ജു വി സാംസണിനേക്കാൾ കൂടുതൽ യശസ്വി ജയ്സ്വാളിനാണ് അങ്ങനെ ഒരു ടീം ലൈനപ്പിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ സാധ്യത. പ്രത്യേകിച്ചും ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇടയുള്ളത് അത് വിദൂരമായിട്ടുള്ള ഒരു സാധ്യത മാത്രമാണ്. വിദൂര സാധ്യത എന്നാൽ ഓപ്പണിംഗിൽ നിന്ന് വിരാട് കോഹ്ലിയെ 1 ഡൗണിലേക്ക് മാറ്റുക എന്നുള്ള ഓപ്ഷനാണ്. പക്ഷേ ഈ വിന്നിംഗ് കോമ്പിനേഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന രാഹുൽ ദ്രാവിഡ് അത് എത്രത്തോളം ഫൈനൽ പോലുള്ള ഒരു നിർണായക ദിവസത്തിൽ പരീക്ഷിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ അവിടെയും ടേക്ക് എടുക്കേണ്ടത് അത് ക്യാപ്റ്റനും കോച്ചും ചേർന്നാണ്. അതുകൊണ്ട് നമുക്ക് അതിലൊരു പ്രവചന സാധ്യത ഇല്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ഓപ്പണറായി രോഹിത് ശർമ്മ എന്താണെങ്കിലും നിലനിൽക്കും. അവിടെ മറ്റൊരാളെ പരിഗണിച്ചാൽ അത് സഞ്ജു വി സാംസണിനേക്കാൾ കൂടുതൽ അത് മുൻപന്തിയിൽ നിൽക്കുക യശസ്വി ജയ്സ്വാൾ ആയിരിക്കും. യശസ്വി ജയ്സ്വാളിനുള്ള സാധ്യതയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. എന്താണെങ്കിലും സഞ്ജു ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മലയാളികൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു വി സാംസൺ ഈ ടീമിൽ ഉണ്ടാകണമെന്നുള്ളത്. 83 ലോകകപ്പിൽ അന്ന് കപിൽ ദേവ് കിരീടം ഉയർത്തുമ്പോൾ സുനിൽ വത്സൻ എന്ന ക്രിക്കറ്റ് താരം മലയാളി മുംബൈ പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ സഞ്ജു വി സാംസൺ ഒരു മത്സരം പോലും കളിക്കാൻ കഴിയാതെ തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സങ്കടം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കിരീടം നേടാൻ ഒരു മലയാളി ടച്ച് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. 2007 ശ്രീശാന്ത്, 2011 വീണ്ടും ശ്രീശാന്ത്. അപ്പോൾ ഈ 2024 ആ മലയാളി സാന്നിധ്യം അത് ഡ്രസ്സിംഗ് റൂമിലെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാൻ നമുക്ക് വരെയാണ്.
ഒപ്പം എൽദോ കഴിഞ്ഞ തവണ കപ്പ് നേടിയ ടീമിലെ ഇപ്പോഴുള്ളതിലെ ഏക താരം രോഹിതാണ്. അപ്പോൾ രോഹിത്തിന്റെ നേതൃത്വത്തിൽ ഒരു കപ്പ് എന്ന പ്രതീക്ഷ വലിയ രീതിയിൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചും എത്രമാത്രം നിർണായകമാണ് ഈ കപ്പ് ഇന്ത്യ നേടുക എന്നത്? രാഹുൽ ദ്രാവിഡ്, ഞാൻ സൂചിപ്പിച്ചല്ലോ, രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ ഇത് മൂന്നാമത്തെ ICC ടൂർണമെന്റ് ആണ്. അതായത് ഏകദിന ലോകകപ്പ് ടൂർണമെന്റ് ഫൈനലാണ്. ഏകദിന ലോകകപ്പിൽ നമ്മൾ ഫൈനലിലെത്തി. ഏകദിന ലോകകപ്പിന് മുമ്പ് ICC ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിലെത്തി. ഇപ്പോൾ 2020 ലോകകപ്പിലും രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ ഇന്ത്യ ഫൈനലിലെത്തി. ഈ ആദ്യ രണ്ടിടത്തും ഇന്ത്യക്ക് അടിപതറി എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷേ ഈ മൂന്നാം ഊഴത്തിൽ രാഹുൽ ദ്രാവിഡിന് നിർണായകമാകുന്നത് അദ്ദേഹം പടിയിറങ്ങാൻ പോവുകയാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന്. ഏറെക്കുറെ അദ്ദേഹം ഉറപ്പിച്ചു, അദ്ദേഹം തീരുമാനം അറിയിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഒരു കിരീടവുമായി മടങ്ങുക എന്നുള്ളത് ഏതൊരു പരിശീലകന്റെയും എന്നതുപോലെ രാഹുൽ ദ്രാവിഡിന്റെയും സ്വപ്നമാകും. മിതഭാഷിയാണ് എങ്കിൽ പോലും, ഒരുപാട് വികാരഭരിതനാകുന്ന ആളല്ല എങ്കിൽ പോലും രാഹുൽ ദ്രാവിഡിനും ആഗ്രഹമുണ്ടാകും ഇത് കിരീടത്തോടുകൂടി മടങ്ങുക എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. ഇനി രോഹിത് ശർമ്മയെ സംബന്ധിച്ച് 2007 ഇന്ത്യ 2020 ലോകകപ്പ് നേടുമ്പോൾ അന്ന് ടീമിൽ കളിച്ച താരങ്ങളിൽ ഒരേ ഒരാൾ, അത് രോഹിത് ശർമ്മ മാത്രമാണ് ഇന്ന് ഫൈനൽ കളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫൈനലിൽ കിരീടം നേടാൻ സാധിച്ചാൽ രോഹിത് ശർമ്മ 2 2020 ലോകകപ്പ് കിരീടങ്ങൾ നേടിയ പ്രതീക്ഷയിലാണ് ആരാധകർ ഇന്ത്യ കിരീടം നേടുമെന്ന്. തീർച്ചയായും ഓരോ ലോകകപ്പും ഓരോ താരങ്ങൾക്കുള്ളതാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ സച്ചിൻ ഒരു ലോകകപ്പിനായി കാത്തിരുന്നു, മെസ്സിക്ക് ഒരു ലോകകപ്പിനായി കാത്തിരുന്നു. ഈ ലോകകപ്പ് രാഹുലിന് വേണ്ടിയും നമ്മൾ കാത്തിരിക്കാം. എന്തായാലും വളരെ നന്ദി എൽദോ, വിശദമായ വിവരങ്ങൾ നൽകിയതിന്. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആരാധകരെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. രൂക്ഷ വിമർശനവുമായി CPI. കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോകത്തിന്റെയും കഥകൾ വരുന്നത് ചെങ്കൊടിക്ക് അപമാനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. സമൂഹമാധ്യമത്തിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷക വേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥന്മാർ എന്നത് പൊറുക്കാനാവില്ല. പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചടിയിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ല എന്നും ബിനോയ് വിശ്വം പ്രസ്താവനയിൽ പറയുന്നു. അധോലോകത്തിന്റെ പിൻപറ്റുന്നവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്നവരാണെന്നും ബിനോയ് വിശ്വം പറയുന്നു. കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഇടതു രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ്. CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾ, CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFI നേതാവ് മനു തോമസ് നടത്തിയ ആരോപണങ്ങൾ, അതിന് മറുപടിയുമായി CPM സംസ്ഥാന സമിതി അംഗം P ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയിനും രംഗത്ത് വന്നത്. അതിനുശേഷം ആ വിവാദം ഇപ്പോൾ CPI കൂടി ഏറ്റെടുക്കുകയാണ്. CPM-നെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തില്ലെങ്കിൽ പോലും പരോക്ഷമായി ശക്തമായ വിമർശനമാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM-നെതിരെ ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാട്ടിൽ നിന്ന് സ്വർണം പൊട്ടിപ്പും സ്വർണ്ണക്കടത്ത് ആരോപണവും ഒക്കെ, അതും പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ വരുന്നത് ഒട്ടും അംഗീകരിക്കാത്ത വിഷയമായാണ് CPI നേതൃത്വം കാണുന്നത്. അതായത് വരും ദിവസങ്ങൾ CPM-നെതിരെ ഇത് CPI അവരുടെ എതിർപ്പ് CPI നേരിട്ട് അറിയിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് സംസ്ഥാനത്താകെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇത്തരം ആരോപണങ്ങൾ കൂടി വരുന്നത് മുന്നണിയെ സംസ്ഥാനത്ത് കൂടുതൽ ദുർബലമാക്കുമെന്ന ആശങ്കയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയാതെ പറയുന്നത്. വലിയ വിമർശനം അടുത്ത കാലത്തും CPM-ന്റെ ഒരു ആഭ്യന്തര വിഷയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഘടകങ്ങൾക്കോ എതിരെ ഉയരുന്ന വിഷയങ്ങളിൽ ഇത്തരമൊരു പരാമർശം CPI നടത്തിയിട്ടില്ല. ഒരുപക്ഷെ CK ചന്ദ്രപ്പന്റെ കാലത്തിന് ശേഷം ഇത്തരം വിഷയങ്ങളിൽ വളരെ CPI-യുമായി ചേർന്നു പോകുന്ന അത് അവരുടെ ആഭ്യന്തര കാര്യമെന്ന് മാത്രം പറഞ്ഞു പോകുന്ന നിലപാടാണ് CPI പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം അതിരൂക്ഷമായ വിമർശനമാണ്. ഏതെങ്കിലും നേതാവിന്റെ പേരെടുത്ത് പറയുകയോ പാർട്ടിയുടെ പേരെടുത്ത് പറയുകയോ ചെയ്യാതെ, എന്നാൽ കൃത്യമായി CPI-നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPI-ലെ ഇത്തരം അപജയങ്ങൾക്കെതിരെ തിരുത്തൽ ശക്തിയായ CPI മാറണമെന്ന അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ നേതൃയോഗങ്ങളിലും ഉയർന്നു വരുമ്പോൾ അത്തരമൊരു നിലപാടാണ് ഇവിടെ CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. തിരുത്താൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. ഒന്നിനു പുറകെ ഒന്നായ വിഷയങ്ങൾ. അത് കണ്ണൂരിൽ നേരത്തെയും ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒക്കെ CPM-ന്റെ പ്രാദേശിക നേതാക്കൾക്കുള്ള ബന്ധങ്ങളും യുവ നേതാക്കൾക്കുള്ള ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും
ആരോപണങ്ങളായി പുറത്തു വന്നുവെങ്കിലും ഇപ്പോൾ അടുത്തിടെ വരെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാവ് തന്നെ അത് തുറന്നു പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പി ജയരാജനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ കൂടി പരാമർശിക്കപ്പെടുമ്പോൾ അത് ചെറിയ ഒരു പ്രതിസന്ധിയല്ല CPM ഉണ്ടാക്കുക. വരും ദിവസങ്ങളിലും CPM-ന് മുൻപിൽ വലിയ തലവേദനയായി അത് മാറുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും എന്തായാലും വലിയ വിമർശനം CPM-ന്റെ എതിരെ CPI-യുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഈ വിഷയത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ CPM മൗനം തുടരുമ്പോഴാണ് CPM ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ഒപ്പം CPM ജില്ലാ നേതൃത്വം നിലപാട് പറഞ്ഞു. അതിനുശേഷം പി ജയരാജൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നു. അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിഷയമായി നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അപ്പോൾ ഒരേ സമയം ആഭ്യന്തര പ്രശ്നവും CPM-നെ ആകെ പ്രതിരോധത്തിലാക്കുന്ന വിഷയവുമാണ്. അവിടെയാണ് CPI ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുന്നത്. CPM നേതാവ് പി ജയരാജനും മകനുമെതിരായ കണ്ണൂർ CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ തുടർന്ന് പറച്ചിലിൽ CPM മൗനം തുടരുകയാണ്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജില്ലാ നേതൃത്വം മറുപടി പറയുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. അതേസമയം മൗനം വിദ്വാനുഭൂഷണം എന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം. ആരോപണങ്ങൾ ഗുരുതരമല്ലെന്നും മാധ്യമങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണെന്നും പി ജയരാജൻ പറഞ്ഞു. ഇല്ല, ഒന്നും പറയാനില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒഴിഞ്ഞുമാറി. കേരളത്തിലെ നേതാക്കളോട് ചോദിക്കൂ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സീതാറാം യെച്ചൂരിയുടെ മറുപടി. മനു തോമസ് വിവാദത്തിൽ ഇനി ചർച്ച സംസ്ഥാന കമ്മിറ്റിയിൽ. ഇന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയമുയർന്നെങ്കിലും കാര്യമായ ചർച്ച നടന്നില്ല. പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാലാണ് കൂടുതൽ ചർച്ച നടക്കാതിരുന്നത്. വിഷയം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കട്ടെ എന്നും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ CPM-നെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. CPM നേതാക്കൾക്ക് മാഫിയ ബന്ധം ആരോപിച്ച് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരുവന്നൂർ ബാങ്കിൽ ബനാമി വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ CPM-നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിൽ. CPM-ന്റെ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ അടക്കം 29 കോടി രൂപയുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കണ്ടുകെട്ടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തത്. എന്നാൽ ED നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. പ്രതിപക്ഷ പാർട്ടികളോടുള്ള പകപോക്കലിന്റെ ഭാഗമാണിത്. വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോൾ CPM-ന്റെ മേലെ പഴിയാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. രാഷ്ട്രീയമായ പ്രതികളോട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ വേറൊരു പതിപ്പാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. നിലവിൽ ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ലേ? ഒന്നും കിട്ടിയില്ല. ഒരു കാര്യം കിട്ടിയില്ല. അറിയിച്ചില്ല. പാർട്ടിക്ക് ഇതെന്ത് വന്നെന്ന് ഏതോ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓഫീസ്, ആ ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയ ഓഫീസ് ലോക്കൽ കമ്മിറ്റി ഫണ്ട് പിരിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അവർ രേഖ വാങ്ങുമ്പോൾ, അതായത് സ്ഥലം വാങ്ങുമ്പോൾ പാർട്ടിയുടെ പേരിലാണ്, ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ്. അപ്പോൾ ഇതൊക്കെ തോന്നിയാസം കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവം വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, തോന്നിയാസം. എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. CPM-നെ പ്രതി ചേർത്തി, പിന്നെ സ്വത്ത് മരവിപ്പിച്ചു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ
അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുക. ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ, ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ, പാർട്ടിക്ക് വേണ്ടി. വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ, പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ. കരുവന്നൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത്. ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കള്ളപ്പണക്കേസിൽ പ്രതി ചേർക്കുന്നതെന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. മോദിയുടെ വേട്ടയാടൽ എന്ന പതിവ് പല്ലവി ആവർത്തിക്കേണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു. വ്യക്തികൾക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള കള്ളപ്പണക്കേസുകളിൽ പ്രതികളാകുന്നത്, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്നത്. കേരളത്തിലെ CPM നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് CPM മാറി. അതിന്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്ന പാർട്ടി എന്നുള്ളത്. ജനപ്രാതിനിധ്യ നിയമവും 2023 മാർക്സിസ്റ്റ് പാർട്ടി സമർപ്പിച്ച കണക്കനുസരിച്ച് കണക്കുകളിൽ ഉൾപ്പെടാത്ത 25 അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ പേരിൽ തൃശ്ശൂരിലെ വിവിധ ബാങ്കുകളിൽ, സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ളതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. സംസ്ഥാനത്തെ അഴിമതികൾക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉത്തരം നൽകണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ BJP നടത്തിയ സമരം വിജയം കണ്ടു തുടങ്ങി. CPMന്റെ പല ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള കള്ളപ്പണം മുഴുവൻ, അതിനുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ED കണ്ടുകെട്ടിയിരിക്കുന്നു. ഇത് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിലും CPMന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള, ആരെ പറ്റിച്ച്? പാവങ്ങളെ പറ്റിച്ച്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായവർ നിക്ഷേപിച്ച പണം തട്ടിയെടുത്ത കൊള്ളക്കാരെ പിടിക്കാനുള്ള രീതിയിലേക്ക് അന്വേഷണങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് കരുവന്നൂരിൽ മാത്രം അവസാനിക്കില്ല. കണ്ടലയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലുമെല്ലാം AR ബാങ്കിലുമെല്ലാം നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകൾ മുഴുവൻ അന്വേഷിക്കാനും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ള സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള നിരന്തരമായ പ്രചരണത്തിന് നേതൃത്വം നൽകാനും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഇടപെടലുകൾ നടത്തും. പിണറായി വിജയനും കുടുംബവും സർക്കാരും നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകളെല്ലാം, അതിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളും പ്രതിഷേധങ്ങളും നിയമ നടപടികളും എല്ലാമായിട്ട് വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ശരിയായ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറും എന്ന് ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുകയാണ്. കരുവന്നൂർ വിഷയത്തിൽ EDയുടെ ഇപ്പോഴത്തെ നടപടി അത് തീർത്തും CPMനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇത്ര നാളും ഇതിൽ തങ്ങൾക്ക് ഈ ഇടപാടുകൾ ഒരു രാഷ്ട്രീയ പകപോക്കലിനായിട്ട് ED പോലുള്ള ഏജൻസികളെ ഉപയോഗിക്കുകയാണ് എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു CPM നിന്നിരുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു അവർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ED ഈ ഘട്ടത്തിൽ അന്വേഷണം ഒരുപടി വഴി കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഒരു സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ED നീങ്ങുമ്പോൾ ഈ കേസിൽ CPMന് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പങ്കാളിത്തമുണ്ട് എന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ബോധ്യപ്പെടുത്തുവാൻ EDക്ക് കഴിയുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക. 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകളാണ് ED കണ്ടുകെട്ടുന്നത്. ഇതോടൊപ്പം തന്നെയും ജില്ലാ സെക്രട്ടറിയുടെ കീഴിൽ വരുന്ന അക്കൗണ്ടുകൾ നേരിട്ട് മരവിപ്പിച്ചിരിക്കുന്നു, തുകകൾ മരവിപ്പിച്ചിരിക്കുന്നു. ഒപ്പം ലോക്കൽ കമ്മിറ്റി വാങ്ങിയിരിക്കുന്ന അവിടെ കെട്ടിടം പണിയാൻ വേണ്ടി, ഓഫീസ് കെട്ടിടം പണിയാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഈ സ്ഥലവും കൂടി ഇപ്പോൾ മരവിപ്പിച്ച ലിസ്റ്റിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്തരം നടപടികളെല്ലാം തന്നെയും CPMനെ തന്നെ നേരിട്ട് ബാധിക്കുന്നതാണ്, നേരിട്ട് അവരെ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടു പോയ നേതാക്കൾ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ക്ലീൻ ചിറ്റ് ഇതുവരെയും
ED നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയും ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്കടക്കം കടക്കുമോ എന്നതുമാണ് ഇനി അറിയേണ്ടത്. ഒപ്പം ഇതിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കൂടി ED തയ്യാറെടുക്കുന്നു എന്നൊരു സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇനി രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്കടക്കം നീങ്ങുമ്പോൾ അതിൽ CPM-ന്റെ സമുന്നത നേതാക്കളടക്കം അതിലേക്ക് പ്രതി ചേർക്കപ്പെടുമോ എന്ന ചോദ്യം ഉയരുന്നു. വരും ദിവസങ്ങളിൽ ED-യുടെ അന്വേഷണ നടപടികൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തതയിലേക്ക് വരും. നിലവിൽ ഇപ്പോൾ CPM പ്രതികരിക്കുന്നത് ഇത് ആസൂത്രിതമായ ഒരു നീക്കം എന്ന് പറയുന്ന തുടക്കത്തിലുള്ള അതേ രീതിയിൽ തന്നെയാണ് CPM അതിന് മുന്നോട്ട് പോകുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും CPM വ്യക്തമാക്കുമ്പോൾ പോലും എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരാശയക്കുഴപ്പം CPM-ന് അകത്ത് തന്നെ ഉണ്ട് എന്നത് വ്യക്തമാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സർവകലാശാല സെർച്ച് കമ്മിറ്റി വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഗവർണർ. സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി മുന്നോട്ട് തന്നെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. കേരളത്തിലെ 10-ലധികം സർവകലാശാലകളിൽ VC-മാരില്ലാത്തതിൽ ആർക്കും ദുഃഖമില്ല. അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യാതെ എന്റെ ജോലിയെ തടഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഗവർണർ പ്രതികരിച്ചത്. ഗവർണർ സെർച്ച് കമ്മിറ്റികളെ നിയോഗിച്ചതിലെ നിയമസാധുത പരിശോധിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കാവ്യവൽക്കരണ ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി വിമർശിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാക്കുന്ന നടപടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. 6 സർവകലാശാലകളിലേക്കാണ് വൈസ് ചാൻസലർ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഗവർണർ വിജ്ഞാപനമിറക്കിയത്. കേരള, സാങ്കേതികം, ഫിഷറീസ്, MG, കാർഷികം, മലയാളം വാഴ്സിറ്റികളിലെ VC നിയമനത്തിനാണ് സെർച്ച് കമ്മിറ്റിയുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത്. ഇത് സ്വാഭാവികമായും സർക്കാർ ഇതിനെ എതിർക്കും. അതിശക്തമായ വിമർശനം ഇതിനകം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാനാണ് സർവകലാശാലകളുടെ തീരുമാനം. അക്കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ നോട്ടിഫിക്കേഷന്റെ നിയമപരമായിട്ടുള്ള സാധുത പരിശോധിക്കും. 2 പേരുടെ പേരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെർച്ച് കമ്മിറ്റികളെയാണ് നിയോഗിക്കപ്പെട്ട് കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ പൊതുവിൽ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്ന തരത്തിൽ ചാൻസലർ കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുവരുന്നത്. ABVP പ്രവർത്തകരാണ് എന്ന കാരണത്താൽ വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്നു. അവരുടെ മെറിറ്റോ കഴിവുകളോ പരിശോധിക്കാതെയാണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്തത്. ഹിന്ദുത്വ ഐഡിയോളജിയുടെ പ്രചരണം മുൻനിർത്തി കുറെ പേരെ നോമിനേറ്റ് ചെയ്ത് തിരികെ കയറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നാൽ രൂക്ഷ വിമർശനമാണ് മന്ത്രിക്കെതിരെയും അതുപോലെ സർവകലാശാലകളിലെ ഭരണ നേതൃത്വങ്ങൾക്കെതിരെയും ഗവർണർ നടത്തുന്നത്. ഇത്രയും നാൾ ഈ സർവകലാശാലകളിൽ സ്ഥിരം VC-മാർ ഇല്ലാതായിട്ട് ആർക്കും ദുഃഖമില്ലേ? ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും, അതുമായി മുന്നോട്ട് പോകും, കോടതി വിധി കൂടി തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഗവർണർ ഈ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. Since last 1 year, there is willful omission on the part of the university authorities, despite repeated reminders. If they are not doing their duty, that should not stop me from doing my duty. The later part of the judgment said that if the university authorities fail to send their representative, Chancellor shall go ahead in accordance with the provisions of the Act and the UGC regulations. Kerala, we have more than 10 universities where there is no Vice Chancellor. So are you not worried about this? The last meeting which was convened for the purpose, the Education Minister reached there and she disturbed the meeting. So if they are doing it willfully and deliberate attempt to create lawlessness, then how can I help it? ഏതായാലും സർക്കാരും ഗവർണറും ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി സർവകലാശാലകളിൽ വീണ്ടും ഭരണസ്തംഭനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 10-ലധികം സർവകലാശാലകളിൽ സ്ഥിരം ചാൻസലർമാരില്ലാതായിട്ട് മാസങ്ങളായി. ആ സ്ഥിതി ഇനിയും തുടരും. ഗവർണറുടെ ഈ നടപടികൾക്കെതിരെ സർവകലാശാലയും ഒരുപക്ഷെ സർക്കാരും കോടതിയെ സമീപിച്ചേക്കാം. വീണ്ടും നിയമ പോരാട്ടങ്ങളുടെ നാളുകളാണ് വരാൻ പോകുന്നത്. സർവകലാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ല നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജമ്മുകാശ്മീരിലെ ലഡാക്കിൽ പരിശീലനത്തിനിടെ സൈനിക ടാങ്ക് നദിയിൽ മുങ്ങി 5 സൈനികർക്ക് വീരമൃത്യു.
ഷയോക് നദി മുറിച്ചു കടക്കുന്നതിനിടെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. നദിയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതോടെ സൈനിക ടാങ്ക് ഒലിച്ചു പോവുകയായിരുന്നു. ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറും 4 ജവാന്മാരുമാണ് കൊല്ലപ്പെട്ടത്. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും നദിയിലെ ഒഴുക്ക് കാരണം ശ്രമം വിജയിച്ചില്ല. അപകടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സൈനികർ രാജ്യത്തിന് നൽകിയ സേവനം ഒരിക്കലും മറക്കില്ലെന്നും രാജ്യം ഒന്നടങ്കം കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നതായും രാജ്നാഥ് സിംഗ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുവർ ഇടിഞ്ഞു വീണ് 3 കുട്ടികൾ മരിച്ചു. വസന്ത് വിഹാറിൽ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. 88 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയാണ് ഡൽഹി നഗരത്തെ വെള്ളത്തിൽ മുക്കിയത്. മഴ മാറി നിന്നതോടെ വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും ദുരിതം തുടരുകയാണ്. ഗ്രേറ്റർ നോയിഡയിലെ ദാദ്രിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ചുവര് ഇടിഞ്ഞു വീണ് 3 കുട്ടികൾ മരിച്ചു. കളിക്കുന്നതിനിടെ ഇന്നലെ രാത്രി 8 മണിക്കായിരുന്നു അപകടം. 2, 4, 8 വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. പരിക്കേറ്റ 5 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വസന്ത് വിഹാറിലാണ് മറ്റൊരു അപകടമുണ്ടായത്. 3 നിർമ്മാണ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. കെട്ടിട നിർമ്മാണത്തിനായി വലിയ കുഴിയെടുത്തിരുന്നു. ഇതിന് സമീപം കുടിൽ കെട്ടിയായിരുന്നു തൊഴിലാളികളുടെ താമസം. ശക്തമായ മഴയിൽ കുഴിയിൽ വെള്ളം നിറഞ്ഞു. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ചുമരിടിഞ്ഞ് കുടിലിന് മുകളിൽ പതിച്ചതോടെ 3 പേരും കുഴിയിൽ താഴ്ന്നു പോകുകയായിരുന്നു. പമ്പ് ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഇന്നലെ പെയ്ത കനത്ത മഴയിലും മഴക്കെടുതിയിലും 5 പേരാണ് ഡൽഹിയിൽ മരിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ക്വാറി ഉടമയുടെ കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. കുലശേഖരത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടത്. തമിഴ്നാട് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. 2ാം പ്രതി സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. കാർ തക്കല ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി. തെന്മലയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു സ്ത്രീകൾ. കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകളാണ് മർദ്ദിച്ചത്. കുടുംബശ്രീ യൂണിറ്റിന്റെ ലോൺ തിരിച്ചടവ് സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡിലെ കുടുംബശ്രീ അംഗമായ സുലജയ്ക്കാണ് മറ്റംഗങ്ങളിൽ നിന്ന് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പട്ടികവർഗ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കണമെന്ന് തെന്മല പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നിസാര വകുപ്പുകൾ ചുമത്തി മർദ്ദിച്ചവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു എന്ന് പരാതിയുണ്ട്. സ്ത്രീകൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതും തെറിവിളിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ജീപ്പ് ഡ്രൈവർ മുനിയാണ്ടിയാണ് മരിച്ചത്. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയുമായിരുന്നു. മൂന്നാറിൽ നിന്നും ഗുണ്ടുമല ഭാഗത്തേക്ക് ആളുകളുമായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മുനിയാണ്ടിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പാതയോരത്തെ കൊക്കയിലേക്ക് പതിക്കുകയുമായിരുന്നു. വാഹനത്തിൽ 6 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുനിയാണ്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂരിൽ 2 സ്ത്രീകൾ മുങ്ങി മരിച്ചു. ഏച്ചൂർ മാച്ചേരിയിലാണ് കുളത്തിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത്. മുഹമ്മദ് മിസ്ബൽ, ആമീൻ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് എടവണ്ണയിൽ ടാങ്കർ ലോറിക്ക് നിയന്ത്രണം വിട്ട അപകടം. ഇറക്കവും വളവുമുള്ള റോഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് ലോറി മൺതിട്ടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയം എതിരെ വരികയായിരുന്ന KSRTC ബസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ ബുൾജെറ്റ് യൂട്യൂബർമാർ സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ സ്വദേശികളും സഹോദരങ്ങളുമായ എബിനും ലിബിനുമാണ് ഈ ബുൾജെറ്റ് യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായത്. നേരത്തെ രൂപമാറ്റം വരുത്തിയതിന് മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ വാഹനം പിടിച്ചെടുത്തത് വിവാദമായിരുന്നു.
കാസർഗോഡ് വീടിന് ജപ്തി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് വായ്പാ കുടിശ്ശിക അടയ്ക്കാത്തതിന് വീട് നിൽക്കുന്ന 7 സെന്റ് സ്ഥലം ലേലം ചെയ്ത് വിൽക്കുന്നതായി നോട്ടീസ് ലഭിച്ച നിർധന കുടുംബത്തിലെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മടിക്കൈ കാനുണ്ടയിലെ ചെത്തുതൊഴിലാളി ബിനോയിയാണ് ജീവനൊടുക്കിയത്. കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ബിനോയിയുടെ ഭാര്യ സിന്ധുവിനാണ് നോട്ടീസ് ലഭിച്ചത്. ബിജോയ് അസുഖബാധിതനായതോടെ കുടുംബം കടക്കിണിയിലായി. ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തുമ്പോൾ ചികിത്സയിലായിരുന്നു ബിനോയ്. തലസ്ഥാന നഗരത്തിലെ 25 റോഡുകൾ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞത്. ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും മന്ത്രി നടത്തി. മന്ത്രി പറഞ്ഞ റോഡുകളിലൂടെ മാധ്യമങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പോവുകയാണ്. യഥാർത്ഥ കാഴ്ച ഇതാ പ്രേക്ഷകരിലേക്ക്. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അറിയാം സാർ. സാർ, ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സാർ. ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തലസ്ഥാന നഗരിയിലെ 28 റോഡുകളിൽ 25 റോഡുകളും കൃത്യമായി തന്നെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. എന്തായാലും മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി ഈ റോഡുകളൊക്കെ പണി കഴിപ്പിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ട് പോലും അതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. എന്തായാലും മന്ത്രി പറഞ്ഞല്ലേ, ആ റോഡുകളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വരാം, എങ്ങനെയുണ്ട് ഗുണനിലവാരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. സ്പെൻസർ ജംഗ്ഷൻ AKG ജംഗ്ഷൻ റോഡ് 21/3 തുറന്നു കൊടുത്തു. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ റോഡുകൾ പരിശോധിക്കാനായി നമ്മൾ എത്തിയിരിക്കുന്നു. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് സ്പെൻസർ ജംഗ്ഷൻ മുതൽ AKG സെന്റർ വരെയുള്ള ഈ റോഡാണ്. ഈ റോഡെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകിയെന്നാണ് മന്ത്രി അവകാശപ്പെട്ടത്. നിയമസഭയിൽ അത് പറയുകയും ചെയ്തത്. ആ റോഡിന്റെ അവസ്ഥയാണിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ റോഡ് തുറന്നു നൽകിയെന്ന് മന്ത്രി പറയുന്നത് സത്യമാണ്. റോഡ് തുറന്നു നൽകിയിട്ടുണ്ട്, പക്ഷേ പ്രവൃത്തികളൊന്നും തന്നെ പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി ഈ റോഡൊന്ന് പരിശോധിക്കുന്നത്, നേരിട്ടെത്തി പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പറയുന്നതല്ല കള്ളമെന്ന്. അപ്പോൾ അതിന്റെ നിജസ്ഥിതി മന്ത്രിക്ക്. മഞ്ചൂർ റോഡ് ജനറൽ ആശുപത്രി മുതൽ മാതൃഭൂമി റോഡ് വരെ 27/5/2024 ശേഷിക്കുന്ന ഭാഗം 19/6/2024 തുറന്നു കൊടുത്തു. ഇതാണ് മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ റോഡ്. വഞ്ചൂർ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ഈ ഒരു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. കാരണം ഓടയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. ഈ PWയുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പലയിടത്തും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ടാറ് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഒരു വലിയ മഴ പെയ്താൽ ഇളകിപ്പോകാവുന്ന തരത്തിലുള്ള ടാറിങ്ങാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മന്ത്രി പറയുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. സ്മാർട്ടാവാൻ റോഡും തയ്യാറായിരിക്കുന്നു. അത്തരത്തിൽ റോഡുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സഭയിൽ മന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ ടാറിംഗ് കണ്ടിട്ട് ജനങ്ങൾ, നിങ്ങൾ തന്നെ അതിനോടുള്ള പ്രതികരണം നൽകുക. കാരണം ഇതൊക്കെ ആണോ സ്മാർട്ടായിട്ടുള്ള റോഡുകളെന്ന്. ഓവർബ്രിഡ്ജ് ഉപ്പിടാമൂട് റോഡ് 170 മീറ്റർ ഒഴികെ ടാർ ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇപ്പോൾ പറഞ്ഞ ആ വാക്കുകളിൽ നിന്നുള്ള ഉപ്പിടാമൂട് മുതൽ ഓവർബ്രിഡ്ജ് വരെയുള്ള ആ റോഡാണ് ഈ കാണുന്നത്. ഇനി ഏകദേശം 170 മീറ്റർ കൂടി മാത്രമേ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാനുള്ളൂ എന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള 170 മീറ്ററിൽ ഒരു സൈഡ് മാത്രം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഇപ്പോഴും പൂർത്തീകരിക്കാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനപ്പുറം 170 മീറ്ററിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി, മന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. പൂർത്തീകരിക്കാൻ ഇനി 170 മീറ്റർ കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ ആ റോഡിന്റെ അവസ്ഥയാണിത്. ഒരു തരത്തിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ഒരു ഏകദേശം 90% പ്രവൃത്തികളും ഇനി ഈ റോഡിന് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു നൽകിയെന്നാണ് മന്ത്രി
നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും മന്ത്രി ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കാതിരിക്കുക, നേരിട്ട് ഈ പ്രദേശങ്ങൾ വന്ന് ഈ റോഡുകൾ വന്ന് നേരിട്ട് കണ്ട് നിജസ്ഥിതി മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. ഇതിപ്പോ തുറന്നു കൊടുത്ത് എന്ന് പറഞ്ഞത് ഇതിപ്പോ കണ്ടില്ലേ, ഇത് തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ടാറിട്ട് നിലവിൽ നിർത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് ഭാഗങ്ങൾ ഇനിയും ബാലൻസ് പണിയുണ്ട്. അപ്പോൾ ഇവരെ പെട്ടെന്ന് തന്നെ തീർക്കും എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളത് ഇനി നേരിൽ കണ്ടുവരണം. VJT ഹാൾ ഫ്ലൈ ഓവർ റോഡ് 1/2/2024 തുറന്നു കൊടുത്തു. മന്ത്രി പറഞ്ഞ മറ്റൊരു റോഡാണിത്. VJT ഹാൾ മുതൽ ഫ്ലൈ ഓവർ വരെ നീണ്ടുകിടക്കുന്ന ഈ ഒരു റോഡ് കൃത്യമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ റോഡ് സ്മാർട്ടായി എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി സ്മാർട്ടായി എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ സ്മാർട്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇനി പണി പൂർത്തീകരിക്കാനുള്ളത് ഈ റോഡിന്റെ ഇരുവശത്തുള്ള ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇനി കഴിയാനുള്ളത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലായിട്ട് പൂർത്തീകരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി റോഡുകൾ നമ്മൾ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. അതിൽ മന്ത്രി പറഞ്ഞ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ പണി പൂർണ്ണമായും കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യം. ചാറ്റ്യൂ ജനറൽ ആശുപത്രി റോഡ് 1/4/2024 തുറന്നു കൊടുത്തു. സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ് മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം ഗതാഗതത്തിനായി ഈ ഒരു റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭാഗികമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഈ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം റോഡിന്റെ ഇരുവശത്തുമുള്ള ഓടയുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഭാഗികമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇതുമൂലം കാൽനട യാത്രക്കാർ വളരെയധികം ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. കിള്ളിപ്പാലം അട്ടകുളങ്ങര റോഡ് 2 വരിപ്പാത 14/4/2024 തുറന്നു കൊടുത്തു. മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, 2 വരിപ്പാത അത് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകിയെന്ന് പറഞ്ഞ ആ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. എന്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ 2ാമത്തെ വരി. ഇവിടെ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേൾക്കരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലേക്ക് വന്നു നോക്കാൻ. മന്ത്രി നേരിട്ടെത്തി നോക്കുക ഇവിടുത്തെ അവസ്ഥ. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ വന്നു പോകുന്ന വളരെ തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ ഒരു വളരെ ദുരവസ്ഥയാണ് നമ്മൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത്തരത്തിൽ ദുരന്തപൂർണമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുക. ഇത് എങ്ങനെ ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാൻ സാധിക്കും? അത് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും വേണം. സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ കള്ളമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ആൽത്തറ മുതൽ ചെന്തിട്ട വരെയുള്ള CV രാമൻപിള്ള റോഡ് മാർച്ച് മാസം മുതൽ തന്നെ ഘട്ടം ഘട്ടമായി തുറന്നു കൊടുത്തു. നിലവിൽ ഗതാഗത നിയന്ത്രണമൊന്നും ഈ റോഡിലില്ല. ചെന്തിട്ട മുതൽ ആൽത്തറ മൂട് വരെ ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ റോഡിന്. ഈ റോഡിന്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അങ്ങോട്ടെല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഏകദേശം 95% പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ എടുത്തു പറയുകയും തന്നെ ചെയ്യും. എന്തായാലും ഇനി കുറച്ച് പണികൾ മാത്രമാണ് ഈ റോഡിൽ ബാക്കിയുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 3 കിലോമീറ്ററും ഇതേ അവസ്ഥ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ദൃശ്യങ്ങൾ കണ്ടല്ലോ. ആ 3 കിലോമീറ്ററിന്റെ ബാക്കിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്.
ഘട്ടം ഘട്ടമായി ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തുറന്നു നൽകിയെന്ന് മന്ത്രി പറഞ്ഞ ആ റോഡിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഘട്ടം ഘട്ടമായി ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. സർ, മാനവീയം വീതിയും കലാഭവമണി റോഡും ഓഗസ്റ്റ് 2023 ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. തലസ്ഥാനത്തെ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതി മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കണ്ണും പൂട്ടി അക്ഷരാർത്ഥത്തിൽ പറയാം. അത്രയ്ക്കും കീറുകൃത്യമാണ് ഇവിടുത്തെ നിർമ്മിതി. കാരണം റോഡുകൾ ലോകോത്തര നിലവാരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത്രയ്ക്കും മനോഹാരിതയാണ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് എത്തുമ്പോൾ അനുഭവപ്പെടുന്നത്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കിയ മറ്റൊരു റോഡാണ് ഈ കാണുന്നത് കലാഭവൻ മണി റോഡ്. ഏറെക്കാലം ജനങ്ങൾക്ക് വലിയ ദുരിതമായിരുന്നു ഈ റോഡ് സമ്മാനിച്ചതെങ്കിൽ ഇപ്പോൾ വളരെ ഭംഗിയായി വളരെ മനോഹരമായി ഇവിടുത്തെ നിർമ്മിതി പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു തന്നെ പറയണം. ബേക്കറി ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡിൽ ഫോർമേഷൻ പണി പുരോഗമിക്കുന്നു. ഇപ്പം മന്ത്രി പറഞ്ഞ ആ റോഡിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫോർമേഷൻ പണി പുരോഗമിക്കുകയാണ് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലും ഒരു പ്രാഥമിക ഘട്ടം പോലും എത്തിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർ, തൈക്കാട് ഹൌസ് കീഴേ തമ്പാനൂർ മോഡൽ സ്കൂൾ മുതൽ ശാസ്ത ക്ഷേത്രം വരെ 15/4/2024 തുറന്നു കൊടുത്തു. ഈ പറഞ്ഞ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കീഴേ തമ്പാനൂർ മുതൽ തൈക്കാട് ഹൌസ് വരെ അതിൽ ആദ്യഘട്ടം പൂർത്തീകരിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് മോഡൽ സ്കൂൾ മുതൽ ഈ കാണുന്ന ശാസ്ത ക്ഷേത്രം വരെ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഇതുവരെയും 50% കഴിഞ്ഞുള്ളൂ എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ബാക്കിയുള്ള ഈ റോഡുകളിൽ ഇതുവരെയും ഒരു 30% പണി പൂർത്തീകരിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നൽകുന്ന അനുഭവം. മന്ത്രി പറഞ്ഞ പോലെ എല്ലാ റോഡുകളും ഞങ്ങൾ പരിശോധിച്ചു. നിജസ്ഥിതി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തുറന്നു കാട്ടുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ഇനിയും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. നടി മീര നന്ദൻ വിവാഹിതയായി. ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. ലണ്ടനിൽ അക്കൌണ്ടന്റായ ശ്രീജുവാണ് മീരാനന്ദനെ വിവാഹം ചെയ്തത്. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ആരാധകരുടെ തിരക്കൊഴിവാക്കാനാണ് വിവാഹം പുലർച്ചെയാക്കിയത്. മൂന്ന് ഷോറൂമുകളുടെ ഉദ്ഘാടനം ഒരേ ദിവസം നടത്തി പ്രമുഖ ജ്വല്ലറി സ്ഥാപനമായ അൽ മുക്താദിർ. ഗോൾഡ് ബുള്ളിയൻ, വെഡ്ഡിംഗ് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളാണ് ഉദ്ഘാടനം ചെയ്തത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൌലവി, അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ആൻഡ് ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈദുൽ അദ്ഹ ബിഗ് ഓഫറായിരുന്ന ഇന്നോവ ഹൈക്രോസ് കാറിന്റെ നറുക്കെടുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. അബുദാബി കേരള സോഷ്യൽ സെന്റർ സാഹിത്യ വിഭാഗത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ മൈത്രേയൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും സ്നേഹവും സഹവർത്തിത്വവുമാണ് തന്റെ ചിന്തകളുടെ ആശയമെന്ന് മൈത്രേയൻ പറഞ്ഞു. സെന്റർ വൈസ് പ്രസിഡന്റ് R ശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സർജു ചാത്തന്നൂർ, കമറുദ്ദീൻ ആമയം എന്നിവരെ ആദരിച്ചു. ഇരുവരുടെയും കവിതകൾ MA മലയാളം സിലബസിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. മുരളിമംഗലത്തിന്റെ ലൈല മജ്നു എന്ന പുസ്തകം ഷഫീർ മാന്നാറിന് കൈമാറി. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കും അബുദാബി കേരള സോഷ്യൽ സെന്റർ സാഹിത്യ വിഭാഗം തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന സംവാദത്തിന് മുഹമ്മദ് അലി നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
Wedding collections from Kavita Gold and Diamonds. 2016 ജൂൺ 29-നാണ് ന്യൂസ് 18 റിപ്പോർട്ടർ സനിൽ ഫിലിപ്പ് വാഹനാപകടത്തെ തുടർന്ന് ഞങ്ങളെ വിട്ടുപോയത്. സനിലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി നേർന്നുകൊണ്ട് ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. ഫൈനൽ കളിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ സംഘം.